മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് വേടനെ തിരഞ്ഞെടുത്തതിൽ ബാഹ്യഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി ജൂറി അംഗമായ ഗായത്രി അശോകൻ. മനോരമ ന്യൂസ് നേരെ ചൊവ്വയിലാണ് ഗായിക ഇക്കാര്യം വ്യക്തമാക്കിയത്. വേടനുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളൊന്നും പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിച്ചില്ലെന്ന് ഗായത്രി അശോകൻ പറഞ്ഞു. പാട്ടിന്റെ വരികളിൽ എല്ലാ കാലവും സൂര്യനും ചന്ദ്രനും തുളസിക്കതിരും മാത്രം മതിയോ എന്ന് ഗായത്രി ചോദിച്ചു. ഗായത്രി അശോകന്റെ വാക്കുകൾ ഇങ്ങനെ: വേടനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ജൂറിയിലെ മുഴുവൻ അംഗങ്ങളും ചേർന്നാണ്. അതിന്റെ കുറച്ചു ക്രെഡിറ്റ് എനിക്കും എടുക്കാം. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഗാനം കേട്ടപ്പോൾ അതിലെ വരികൾ എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെയാണ് ഇത് നമുക്ക് പരിഗണിച്ചാലോ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ആവിഷ്കാരത്തിലെ സത്യസന്ധത എനിക്ക് അനുഭവപ്പെട്ടത് വേടന്റെ വരികളിലാണ്. സാഹിത്യ അലങ്കാരങ്ങളുള്ള എഴുത്തുകാർ മാത്രമാണ് യഥാർത്ഥ എഴുത്തുകാർ എന്നു പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാനാവില്ല. കൾച്ചർ എന്ന് പറയുന്നത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. വരികളിൽ സൂര്യനും ചന്ദ്രനും തുളസിക്കതിരും മാത്രം പോരാ, എല്ലാ രീതിയിലുള്ളതിനെയും നമ്മൾ കാണണം. വേടനെ കുറിച്ചുള്ള മറ്റു വാർത്തകളൊന്നും പരിഗണിച്ചിട്ടില്ല. എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ മുംബൈയിലാണ്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് സർക്കാർ വേടന് അവാർഡ് കൊടുത്തു എന്ന വ്യാഖ്യാനത്തിൽ യാതൊരു സത്യവുമില്ല. ഇതിൽ സർക്കാരിന്റെയോ മറ്റോ യാതൊരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും ഗായത്രി പറയുന്നു.